Hello, welcome to Sense of School of Life Sciences. Today we shall talk about the structural aspects of plasma membrane. It's a very important topic for CSIR net and other subject related exam. See about the plasma membrane. Two main constituents of biological membranes are the lipids and the proteins. ഇത് കൂടാതെ കാർബോഹൈഡ്രേറ്റ് ഏതാണ്ട് 5 to 10% ഉണ്ട് ദാറ്റ് യൂഷ്വലി ലിങ്ക് ടു ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. അതിൻ്റെ ഇതാണല്ലോ അതിൻ്റെ ഒരു ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്ലാസ്മ മെമ്പറിൻ കാണിച്ചിരിക്കുക ഉണ്ടോ. ലിപ്പിഡ് ബൈലെയർ ആയിട്ട് കാണുന്നു, പ്രോട്ടീൻ ഇൻറ്റഗ്രൽ പ്രോട്ടീൻ ആൻഡ് പെരിഫറൽ പ്രോട്ടീൻ. ഇവിടെ കാർബോഹൈഡ്രേറ്റ് ഞാൻ പറഞ്ഞു ലിപ്പിഡും പ്രോട്ടീനുമായിട്ട് കാണുന്നത് ഗ്ലൈക്കോലിപ്പിഡ് ഗ്ലൈക്കോ പ്രോട്ടീൻ ഒക്കെ കാണുന്നുണ്ട്. ഇത് ഓവറോൾ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. സോ അപ്പോൾ മെയിനായിട്ട് പ്ലാസ്മ മെംബ്രെയിനിൽ എന്തൊക്കെയാണെന്ന് ലിപ്പിഡ്സും പ്രോട്ടീൻസുമാണ്. ആദ്യം നമുക്ക് ലിപ്പിഡിന്റെ സ്ട്രക്ചർ പഠിക്കാം. See, the lipid molecules are arranged as a continuous double layer known as lipid bilayer. The lipid bilayer provides the basic structure for all cell membrane. ഈ ബൈലിപ്പിഡ് ലെയർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇതിൽ ആംഫിഫിലിക് അല്ലെങ്കിൽ ആംഫിപ്പതിക് ആണ് അല്ലേ. All of the lipid membranes in cell membranes are amphiphilic or amphipathic. എന്ന് പറഞ്ഞാൽ എന്താ? That is, they have a water loving hydrophilic polar end hydrophilic, then a non-polar അല്ലെങ്കിൽ water fearing hydrophobic non-polar end. ഓക്കെ, അതിന് ഇച്ചിരി വലുതായിട്ട് കാണിച്ചിരിക്കുകയാണ് കണ്ടോ. അവിടെ ഇതാണ് പോളർ എൻഡ്, അതിൻ്റെ ടെയിൽ രണ്ടെണ്ണം കണ്ടോ. ഇതാണ് എന്താ ഫാറ്റി ആസിഡ് ടെയിൽ. ഇത് ഒരെണ്ണം അൺസാച്ചുറേറ്റഡ് ആണ്, ഇത് മറ്റൊരെണ്ണം സാച്ചുറേറ്റഡ് ആണ്. ഇവിടെ അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് കാണും അല്ലെ. ആ ഡബിൾ ബോണ്ട് സിസ് ഡബിൾ ബോണ്ടാണ് കാണുന്നത്. എന്താണ് സിസ് എന്ന് ഞാൻ കാണിച്ചു തരാം, വലിയൊരു ഡയഗ്രാം ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ഒന്നും കൂടെ ലിപ്പിഡ് ബൈലെയർ ആണ്, അതിൽ ആംഫിഫിലിക് അഥവാ ആംഫിപ്പതിക് ആണ്. അപ്പൊ അതൊരു വാട്ടർ ലവിങ് ആയിട്ടുള്ള ആംഫിഫിലിക് ആയിട്ടുള്ള ഒരു എൻഡുണ്ട്, നോൺ പോളാർ ആയിട്ടുള്ള വാട്ടർ ഫിയറിങ് അതായത് ഫാറ്റി ആസിഡ് കാണുന്ന ടെയിലുമുണ്ട്. There are three major kinds of membrane lipids. ഉണ്ടോ? ഏതൊക്കെയാണ് ത്രീ ടൈപ്സ്? ഏതൊക്കെയാണ്? ഫോസ്ഫോലിപ്പിഡ്സ്, ഗ്ലൈക്കോലിപ്പിഡ്സ് ആൻഡ് കൊളസ്ട്രോൾ. Three types. Even though the lipids found in eukaryotes and bacteria resemble each other, the lipids in archaea are distinct. അത് ഓർത്തിരിക്കുക. ആർക്കിയ പല കാര്യങ്ങളിലും പ്രത്യേകതയുള്ളതാണല്ലോ. വളരെ എക്സ്ട്രീം സാഹചര്യങ്ങളിൽ കാണുന്ന ഇവയെ കാൾവീസ് ഒരു പ്രത്യേക ഡൊമൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ഞാൻ വിശദമായിട്ട് അത് പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഇവിടെ നമ്മുടെ ലിപ്പിഡ് കോമ്പോസിഷനിൽ ആർക്കിയയിൽ കാണുന്ന പ്രത്യേകത അത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ പറയാം. അത് ലേറ്റർ ആയി ടെലി. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു വരുന്നത് മനസ്സിലാക്കുക, ലിപ്പിഡും പ്രോട്ടീനുമാണ് കൂടുതലായിട്ട് കാണുന്നത്, കാർബോഹൈഡ്രേറ്റ് കുറച്ച് 5 to 10% കാണാം. അപ്പൊ നമ്മൾ ലിപ്പിഡിനെ കുറിച്ചാണ് ഇപ്പൊ പഠിക്കുന്നത്. ആ ലിപ്പിഡ് തന്നെ 3 രീതിയിലുണ്ട്. അതാ ഫോസ്ഫോലിപ്പിഡ്സ്, ഗ്ലൈക്കോലിപ്പിഡ്സ്, കൊളസ്ട്രോൾ. അതില് മോസ്റ്റ് അബണ്ടന്റ് ആയിട്ട് കാണുന്നത്, ഇത് 3 ഏറ്റവും കൂടുതൽ കാണുന്ന ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. ഈ ഫോസ്ഫോലിപ്പിഡ് ദിസ് ഹാവ് എ പോളാർ ഹെഡ് ഗ്രൂപ്പ് ആൻഡ് 2 ഹൈഡ്രോഫോബിക് കാർബൺ ടെയിൽ. നേരത്തെ കണ്ടല്ലോ, ഒരു ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ഡയഗ്രം കണ്ടായിരുന്നു. The tails are usually fatty acid and they can differ in length. അതായത് ഇവിടെ ഇതാണല്ലോ ടെയില്, ഇതിന്റെ ലെങ്ത് ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. അങ്ങനെ എല്ലാം വരുമ്പം മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി അത് അഫക്ട് ചെയ്യും. വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണ്, അത് ഞാൻ ലേറ്റർ ആയി ടെൽ യു. ഇനി അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? The most abundant membrane lipids are phospholipids. These have a polar head group and 2 hydrophobic
hydrocarbon tails. The tails are usually fatty acids and they can differ in length. One tail has one or more cis double bond, and that is unsaturated, while the other tail does not, that is saturated. Each cis double bond creates a small kink in the tail. Differences in the length and saturation of the fatty acid tails will affect the fluidity of membrane, which we'll discuss later. Very, very important fact ആണ്. അപ്പൊ അതുകൂടെ ഈ രണ്ട് ടൈലിന്റെയും കാര്യം നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരെണ്ണം സാച്ചുറേറ്റഡ് ആണ്, കണ്ടോ, ഇത് സാച്ചുറേറ്റഡ് ആണ്, മറ്റൊന്ന് അൺസാച്ചുറേറ്റഡ് ആണ്. അൺസാച്ചുറേറ്റഡ് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഈ ഡബിൾ ബോണ്ട് സിസ് ഡബിൾ ബോണ്ട് ആണ്. അത് ഞാനിപ്പോ പറയാം. ആ സിസ് ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് അതിന്റെ കിങ് എന്താണ്, ഒരു ബെൻഡ് ഉണ്ട്, കണ്ടല്ലോ, ക്ലിയർ അല്ലേ? ദെൻ ആ സിസും ട്രാൻസും കൂടെ നോക്കി ഡബിൾ ബോണ്ട് ഉണ്ട്. ഇവിടെ ഹൈഡ്രജൻ രണ്ടും ഒരേ സൈഡിലാവുന്നു അല്ലേ? ഇതിനാണ് സിസ്. ഇവിടെ ഒരു ബെൻഡ് വരും. ഇത് ട്രാൻസ് ആണ്. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ മറുവശത്ത് ഹൈഡ്രജൻ. ഇതാണ് സിസും ട്രാൻസും. അപ്പോ നമ്മുടെ ഇവിടെ രണ്ട് ടെയിൽ ഉള്ളതിൽ ഒരെണ്ണം സാച്ചുറേറ്റഡ് ആണ്, മറ്റൊരെണ്ണം അൺസാച്ചുറേറ്റഡ് ആണ്. അൺസാച്ചുറേറ്റഡ് ആകാൻ കാര്യം എന്താ? അവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. എന്ത് തരം ഡബിൾ ബോണ്ട്? സിസ് ഡബിൾ ബോണ്ട്. ഓക്കെ. അപ്പോ ദ മോസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള ലിപ്പിഡ് ഫോസ്ഫോലിപ്പിഡ് ആണ്. അതിനൊരു ഹെഡ് ഉണ്ട്, രണ്ട് ടെയിൽ ഉണ്ട്. ഓക്കെ. Phospholipids are derived either from 3-carbon alcohol, glycerol, or from a more complex alcohol, namely sphingosine. അടുത്ത കാര്യത്തിലേക്കാണ് നമ്മൾ വന്നത്. Phospholipids are derived either from a 3-carbon alcohol, glycerol, or from a more complex alcohol, namely sphingosine. അതായത് ഒരു ഫോസ്ഫോലിപ്പിഡില് അതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഗ്ലിസറോൾ അല്ലെങ്കിൽ സ്ഫിങ്കോസിൻ. മെജോറിറ്റി ഓഫ് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത് ഏതാണ്? അതിന്റെ ബാക്ക് ബോണിലെ ഗ്ലിസറോൾ ആണ്. അതിനെ നമുക്ക് സ്ഫിങ്കോസിനാണ് ബാക്ക് ബോൺ ആയിട്ടുള്ളതിൽ മെയിൻ ആയിട്ട് വരുന്നത് സ്ഫിംഗോമൈലിനാണ്. അപ്പൊ നമുക്ക് എന്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ ഇപ്പൊ ഒന്ന് പറഞ്ഞുതരാം. ഇത് മറന്നു വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫോസ്ഫോലിപ്പിഡ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ആ ഫോസ്ഫോലിപ്പിഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുക. എന്തിനെ ബേസ് ചെയ്തിട്ടാ? ബേസ്ഡ് ഓൺ ദ ബാക്ക് ബോൺ. ഇവിടെ ബാക്ക് ബോൺ അത് ഗ്ലിസറോൾ ആണെങ്കിൽ അത് ഫോസ്ഫോഗ്ലിസറൈഡ്സ് അല്ല. ബാക്ക് ബോൺ സ്ഫിങ്കോസിൻ ആണെങ്കിൽ അത് സ്ഫിംഗോമൈലിൻ. അപ്പോൾ ഈ ഫോസ്ഫോഗ്ലിസറൈഡ്സിനെ തന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് അതെന്താണെന്ന് ഞാൻ പറയാം. അതായത് ഫോസ്ഫാറ്റിഡൈൽകോലിൻ, ഫോസ്ഫാറ്റിഡൈൽ എത്തനാലോമൈൻ, ദെൻ ഫോസ്ഫാറ്റിഡൈൽ സെറിൻ. So here in phosphoglycerides, 2 carbon atoms are linked to long chain fatty acids. ഇപ്പൊ ഇവിടെ യെസ്, ഗ്ലിസറോൾ ശരിക്കും അതിൽ എത്ര കാർബണാ ഉള്ളത്? എത്ര കാർബണാ? 3 കാർബണാണ്. അപ്പോൾ in phosphoglycerides 2 carbon atoms are linked to long chain fatty acids through ester bond. അപ്പോ ഗ്ലിസറോളിലെ 2 കാർബൺ ഏതുമായിട്ട് അറ്റാച്ച് ചെയ്യും? 2 ഫാറ്റി ആസിഡുമായിട്ട്. അപ്പോൾ അതിൽ മറ്റൊരു കാർബൺ, തേർഡ് കാർബൺ ആറ്റം ഈസ് അറ്റാച്ച്ഡ് ടു എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് which in turn linked to one of the different amino alcohol, namely ethanol. ഞാൻ ഡയഗ്രാം കാണിച്ച് പറഞ്ഞുതരാം. In phosphoglyceride 2 carbon atoms are linked to long chain fatty acid. ഞാൻ ഇവിടെ ഡയഗ്രാം കാണിച്ചു തരാം. ഇത് ഒരു ഫോസ്ഫോഗ്ലിസറൈഡ് കാണിച്ചിരിക്കുകയാണ്. അത് ഗ്ലിസറോൾ കണ്ടല്ലോ. ആ ഗ്ലിസറോളിന്റെ 2 കാർബൺ ആറ്റത്തിൽ 2 ഫാറ്റി ആസിഡ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗ്ലിസറോളിന്റെ 3ാമത്തെ കാർബൺ ആറ്റത്തിൽ എന്താ അറ്റാച്ച് ചെയ്തിരിക്കുക? ഇവിടെ ഫോസ്ഫേറ്റ് ഉണ്ട്. ആ ഫോസ്ഫേറ്റ് ഇൻ ടേൺ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു വാട്ട്? അവിടെ ഒന്നുകിൽ ഖോലിന്, അല്ലെങ്കിൽ എത്തനോലാമൈൻ, അല്ലെങ്കിൽ സെറിൻ. ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഖോലിൻ. ഓക്കെ. ഒന്നുകൂടെ മനസ്സിലാക്കുക. ഒരു ഫോസ്ഫോഗ്ലിസറൈഡില്
ഗ്ലിസറോൾ ആദ്യം നമ്മൾ നോക്കാതെ. ദറ്റ് ഈസ് ദ ബാക്ക് ബോൺ. അതിൽ 2 കാർബണിൽ 2 ഫാറ്റി ആസിഡ് അറ്റാച്ച് ചെയ്തിരിക്കുക. മൂന്നാമത്തെ കാർബണിൽ the third carbon atom is attached to phosphate group. Phosphate group which in turn is linked to one of the different amino alcohol, namely ethanolamin ആയിരിക്കാം, അല്ലെങ്കിൽ choline ആയിരിക്കാം, അല്ലെങ്കിൽ serine ആയിരിക്കും. ഇവിടെ ഏതാ കാണിച്ചിരിക്കുന്നത്? ഇവിടെ choline ആണ്. അപ്പൊ ഏതാ? phosphatidylcholine. അപ്പൊ ഞാൻ എല്ലാത്തിന്റെയും ഡയഗ്രാം വരയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രം വരച്ചിരിക്കുക ടിപ്പിക്കലി. ബാക്കിയുള്ള പഠിക്കാൻ എളുപ്പമാണ്. ഇവിടെ ഖോലിന് പകരം എത്തനോലാമിൻ വന്നാൽ അതിന്റെ പേരെന്തായിരിക്കും? ഫോസ്ഫാറ്റിഡിൽ എത്തനോലാമിൻ. ഇവിടെ ഖോലിന് പകരം സെറീൻ ആണ് വരുവാണെങ്കിൽ അതിനെന്ത് പറയും? ഫോസ്ഫാറ്റിഡിൽ സെറീൻ. ഓക്കെ. ഓക്കെ. ദെൻ ഇനി നമുക്ക് സ്ഫിംഗോമൈലിൻ നോക്കാം. സ്ഫിംഗോമൈലിനിലെ ഗ്ലിസറോളിന് പകരം എന്താ ഉണ്ടെന്ന് പറഞ്ഞത്? സ്ഫിംഗോസിൻ. അല്ലെ, ഇവിടെ സ്ഫിംഗോസിൻ അല്ല, പിന്നെ അവിടെ ഖോലിനാണ് കാണുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫോസ്ഫാറ്റിഡൽ ഖോലിനും സ്ഫിംഗോമൈലിനും ഒരു സിമിലാരിറ്റി ഉണ്ട് അല്ലേ? എല്ലാം എക്സാമിന് ചോദിക്കും. അപ്പോ എന്താണ് സിമിലാരിറ്റി? രണ്ടിലും ഖോലിൻ കാണാം. അമിനോ ആൽക്കഹോള് ഖോലിനാണ്. ഇനി ബോണ്ടിന്റെ കാര്യം പറയാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. ഇവിടെ ഗ്ലിസറോളില് ഫാറ്റി ആസിഡ് അറ്റാച്ച് ചെയ്യുന്നത്, അതായത് ഫോസ്ഫോഗ്ലിസറൈഡ്സില് ഫാറ്റി ആസിഡ് അറ്റാച്ച് ചെയ്യുന്നത് എന്ത് ബോണ്ട് കൊണ്ടാണെന്ന് അറിയാമല്ലോ? എന്ത് ബോണ്ട് കൊണ്ടാ? പറഞ്ഞോളൂ. എസ്റ്റർ ബോണ്ട് അല്ലെ? എന്താണ് എസ്റ്റർ ബോണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ സ്ഫിംഗോമൈലില് എന്തെല്ലാം കാണുന്നത്? ഇവിടെ സ്ഫിംഗോസിൻ ആയിരിക്കും, ഇവിടെ ഖോലിനായിരിക്കും. അവിടുത്തെ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്, ഫാറ്റി ആസിഡ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അമൈഡ് ബോണ്ടാണ്. എന്താണ്? അമൈഡ് ബോണ്ടാണ്. കൊടുത്തിരിക്കുക. സോ അനദർ sphingomyelin have a sphingosine backbone. Sphingomyelin has a sphingosine backbone in place of the glycerol in phosphoglycerides. The sphingomyelins are present in the plasma membrane of most cells and are particularly abundant in the myelin sheath. എന്റെ പേര് കേൾക്കുന്ന പോലെ തന്നെ ഇതെല്ലാം എക്സാമിന് ചോദിച്ചിട്ടുണ്ടോ? മൈലിൻ ഷീത്തിൽ, അതായത് ന്യൂറോണിലെല്ലാം കാണുന്നത് ഏതാണ്? സ്ഫിംഗോമൈലിനാണ്. അപ്പോൾ മൈലിൻ ഷീറ്റെല്ലാം നെർവിൽ കാണുന്നത് ഇതാണ്. ഇനി ബോത്ത് സ്ഫിംഗോമൈലിൻ ആൻഡ് ഫോസ്ഫാറ്റിഡൈൽകോലിൻ ഹാവ് ഖോലിൻ ഗ്രൂപ്പ്. ഇനി അപ്പൊ ഇവിടെ നമ്മൾ 2 ബോണ്ട് കണ്ടു. എന്തെല്ലാം? സാധാരണ ഫോസ്ഫോഗ്ലിസറൈഡ്സ് കാണുന്ന എസ്റ്റർ ബോണ്ടും ഇവിടെ സ്ഫിംഗോമൈലിന് കാണുന്ന അമൈഡ് ബോണ്ട്. ഇനി ഇതാ ഒന്നുകൂടെ പറയാൻ പോണ ഈതർ ബോണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഈതർ ബോണ്ട് ഇൻ ആർക്കിയൽ സെൽ മെമ്പറൈൻ ബ്രാഞ്ച് ചെയിൻ ഹൈഡ്രോകാർബൺ. അവിടെ ഒരു പ്രത്യേകതയാണ്, ബ്രാഞ്ച് ചെയിൻ ഹൈഡ്രോകാർബൺ ആണ് കാണുന്നത്. ആർ ലിങ്ക്ഡ് ടു ഗ്ലിസറോൾ ബൈ ഈതർ ബോണ്ട്. അപ്പോൾ ആർക്കിയൽ കാണുന്ന ബോണ്ട് ഏതാണ്? ഈതർ ബോണ്ട്. അപ്പൊ 3 ബോണ്ട് നമ്മൾ പഠിച്ചു, മറക്കരുത്. ഇപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ഒന്ന് ഓർത്തോളണം. ഫോസ്ഫോലിപ്പിഡ്, അപ്പോൾ ഏറ്റവും കൂടുതൽ ലിപ്പിഡ് കാണുന്നത് ഫോസ്ഫോലിപ്പിഡ് ആണ്. അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. അതിന്റെ ബാക്ക് ബോണിനെ ബേസ് ചെയ്തിട്ട് ഫോസ്ഫോഗ്ലിസറൈഡ്സിനെ തന്നെ 3 രീതിയിൽ. നമ്മളിത് കൂടാതെ വേറെ 2 എണ്ണം പറഞ്ഞു ഇതിൽ കാണുന്ന ഇതെല്ലാം. ഇൻ അഡീഷൻ ടു ഫോസ്ഫോലിപ്പിഡ്സ്, ദ ലിപ്പിഡ് ബയലേഴ്സ് in many cell membranes contain cholesterol and glycolipids. ഗ്ലൈക്കോലിപ്പിഡ്സിനെ കുറിച്ച് അതെല്ലാം നമ്മൾ പല സ്ഥലങ്ങളിൽ പിന്നെ പഠിക്കും. Eucaryotic plasmamembrane contain especially large amount of cholesterol, up to 1 molecule for every phospholipid molecule. Cholesterol is a sterol. It contains a rigid ring. നമുക്കറിയാമല്ലോ സ്ട്രക്ചർ. അപ്പൊ ഇവിടെ അതും കൂടെ ഉണ്ട് എന്ന് മാത്രമേ അവിടെ വ്യക്തമാക്കുന്നുള്ളൂ. ബാക്കി പിന്നെ പഠിക്കാം. Glycolipids are sugar containing lipid molecule. They are found exclusively in the non-cytosolic monolayer of lipid bilayer, which we shall discuss later. പിന്നെ പറയും, വേറെ ക്ലാസ്സിൽ ഇത് പറയും. അപ്പോൾ ഇപ്പോഴേ ഒന്ന് കണ്ടിരിക്കുക. അതെവിടെയാണ് കാണുന്നത്? They are found exclusively in the non-cytosolic monolayer of the lipid bilayer. ഒന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം.
നമ്മൾ ആദ്യം ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ കണ്ടല്ലോ. ഇത് പിന്നെ ഇത് ഇവിടെ സെല്ലിനകമാണ്, ഇത് പുറം. അപ്പോൾ വെളിയിലാണ് കണ്ടോ, ഗ്ലൈക്കോലിപ്പിഡ്, ഗ്ലൈക്കോ പ്രോട്ടീൻ, ഗ്ലൈക്കോലിപ്പിഡ് കണ്ടോ. അപ്പോൾ സോ glycolipids are sugar-containing lipid molecule. They are found exclusively in the non-cytosolic monolayer. ഇനി ഒരു 3 പ്രധാനപ്പെട്ട മറ്റ് ചില കാര്യങ്ങളാണ് പറഞ്ഞത്. മിസെല്ലി, ലിപ്പിഡ് ബൈലർ, ലിപ്പോസോം. എല്ലാം എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്താണ് ഈ ലിപ്പിഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ 3 പേര് എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്, പക്ഷെ അത് ഓർഡറായിട്ട് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക എന്താണ്. ആദ്യം നമുക്ക് മിസെല്ലി നോക്കാം. ഇതാ ഒരു മിസെല്ലി കാണിച്ചിരിക്കുക കണ്ടോ. ഇവിടെ ഹെഡ്, പോളാർ ഹെഡ് വെളിയിലോട്ട് ഫേസ് ചെയ്തിരുന്നു. അക്വസ് മീഡിയത്തിൽ വരുമ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനൊരു സ്ഫെറിക്കൽ സ്ട്രക്ചർ വരുന്നത്. ഇവിടെ നോക്കി ഒരു ടൈലേ ഉള്ളൂ അല്ലേ, കണ്ടല്ലോ, ഒരു ടൈലല്ലേ ഉള്ളൂ. സാധാരണ ലിപ്പിഡിന്റെ നമ്മൾ ലിപ്പിഡ് ലെയർ, അതായത് രണ്ട് ബൈലിപ്പിഡ് ലെയർ മാത്രമല്ല, ഒരെണ്ണത്തിൽ 2 ടൈല് കാണും. അപ്പൊ ഇവിടെ ഹൈഡ്രോഫിലിക് ആയിട്ട് ഹെഡ് കാണുന്നു, ഇത് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടൈൽ കാണും, കണ്ടല്ലോ. ഇത് in aqueous solution, amphiphilic molecules will orient themselves in such a way as to prevent the hydrophobic region coming into contact with the water molecule. അതെ, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള റീജിയൻ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരത്തില്ല, അതിനെ അനുവദിക്കത്തില്ല, വിൽ പ്രിവെന്റ്. അതുകൊണ്ടാണ് അതിനെ അങ്ങോട്ട് ഉള്ളിലോട്ടിരിക്കുക. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഫോസ്ഫോലിപ്പിഡ്സ് which contain only one fatty acid chain, ഓർത്തിരിക്കുക, only one fatty acid chain, the molecules form a spherical structure called micelli. Here the hydrophobic fatty acid chains are hidden inside the micelli and the hydrophilic head group interact with the surrounding water. ഇത് ലിപ്പിഡ് ബൈലെയർ ആണ്. നമ്മൾ സാധാരണ എല്ലാ നമ്മുടെ മെമ്പറൈനിൽ കാണുന്നത് ലിപ്പിഡ് ബൈലെയർ ആണല്ലോ. അപ്പൊ ഇവിടെ എന്താണ്, എങ്ങനെയാണ് ഈ മിസെല്ലിയിൽ നിന്നും നമ്മുടെ ബൈലിപ്പിഡ് ലെയർ വ്യത്യാസപ്പെടുന്നത്? ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ലിപ്പിഡ് ലെയറിൽ എന്താ രണ്ട് ടൈൽ കാണും അല്ലെ, 2 ടൈൽ കാണും. ഇവിടെ ഒന്നല്ലേ, ഒന്നുള്ളതിൽ മാത്രമേ മിസെല്ലി ഉണ്ടാവുള്ളൂ. ഇനി ലിപ്പിഡ് ബൈലെയർ, 2 fatty acid chains of phospholipids are too bulky to fit into the interior of the micelli. Hence, the favored structure for most phospholipids in aqueous solution is a 2-dimensional lipid layer. അതായത് മിക്കവാറും ലിപ്പിഡ്സിൽ 2 ഫാറ്റി ആസിഡ് ടൈൽ കാണും. അതുകൊണ്ടാണ് മോസ്റ്റ് ഫോസ്ഫോലിപ്പിഡ്സ് ഇൻ അക്വസ് മീഡിയം ബൈലിപ്പിഡ് ലെയർ ആണ് കാണുന്നത്. ഇവിടെ 2 ലെയർ ഉള്ളതുകൊണ്ട്, 2 ടൈൽ ഉള്ളതുകൊണ്ട് 2 fatty acid chains of phospholipids are too bulky to fit into the interior of the micelli. മിസെല്ലിക്കകത്ത് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, 2 എണ്ണം ഉള്ളതുകൊണ്ട്. These are too bulky to fit into the interior of the micelli. Hence, the favored structure for most phospholipids, നമ്മൾ ഏറ്റവും കൂടുതലും ഇപ്പൊ പ്ലാസ്മമെംബ്രേനിൽ എന്ന് പറഞ്ഞാൽ ലിപ്പിഡ് ബൈലെയർ ആണല്ലോ കാണുന്നത്. ആ ലിപ്പിഡ് ബൈലെയർ ആണ് കാരണം ആ മിസെല്ലി അല്ല ഉണ്ടാകുന്നത്. അക്വസ് സൊല്യൂഷനിൽ എന്താണുള്ളത്, അത് ശരിക്കും ലിപ്പിഡ് ബൈലെയർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ലിപ്പോസോം എന്താണ് ഇതിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത് നോക്കാം. ലിപ്പോസോം ഇതാ കണ്ടോ, അകത്ത് ഒരു അക്വസ് മീഡിയം ഉണ്ട്, അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, നമ്മൾ എല്ലാം കേട്ടിരിക്കും അല്ലെ. അപ്പൊ എന്താണ് അതിന്റെ സ്ട്രക്ചർ എന്ന് നോക്കാം. ലിപ്പോസോം is a spherical vesicle that is composed of 1 or more phospholipid layer. ഇതാ ഇവിടെ ഫോസ്ഫോലിപ്പിഡ് ലെയർ ഒന്ന്, ഇതുപോലെ വേറെയും ലെയർ കാണാം, 1 or 2 phospholipid bilayer. It is prepared by disrupting the amphiphilic lipid membrane by sonication in water. Sonication എന്താണ്? Agitating by high frequency sound wave. അങ്ങനെ നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്നതാണ്. Liposome is composed of lipid bilayer which forms an internal cavity capable of carrying aqueous solution. In the case of micelli, എന്താണ്, a single layer of lipid is present അല്ലെ. അപ്പൊ ഇവിടെ അങ്ങനല്ല. Liposomes are used as a drug delivery carrier for
wide range of therapeutic compounds. അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മൾ പഠിക്കുന്നത് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി. മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ബേസിക്കും ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കുക. ഏത് സാഹചര്യത്തിലാണ് അവിടെ ശരിക്കും റിജിഡ് ടു ദ ഫ്ലൂയിഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്? Membrane fluidity means the transition of the membrane from the rigid to the fluid state of lipid bilayer as the temperature is raised above the Tm or melting temperature or transition temperature. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലെ അത് റിജിഡ് ടു ദ ഫ്ലൂയിഡ് സ്റ്റേറ്റിലൂടെ വരുള്ളൂ. അതാണ് എന്താ Tm അഥവാ മെൽറ്റിംഗ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ട്രാൻസിഷൻ എന്താണ്? റിജിഡ് ടു ദ ഫ്ലൂയിഡ് സ്റ്റേറ്റിലുള്ള ട്രാൻസിഷൻ നടക്കുന്നത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ ആകുമ്പോഴേ ഉള്ളൂ. ദിസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഡിപ്പെൻഡ്സ് ഓൺ എന്തിനെല്ലാം? ദ ലെങ്ത് ഓഫ് ദ ഫാറ്റി ആസിഡ് ചെയിൻ ആൻഡ് ദെയർ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആവർത്തിച്ച് എപ്പോഴും ചോദിക്കുന്നതാണ് മിക്കവാറും. അപ്പോൾ നമ്മൾ എന്താണ് Tm എന്ന് മനസ്സിലാക്കി. എന്താണ്? റിജിഡ് ടു ഫ്ലൂയിഡ് സ്റ്റേറ്റിലേക്ക് വരുന്ന ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ എന്തിനെ ആശ്രയിച്ചിരിക്കുക? ലെങ്ത് ഓഫ് ഫാറ്റി ആസിഡ് ചെയിൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഫാറ്റി ആസിഡ് ചെയിൻ നേരത്തെ കാണിച്ചു പറഞ്ഞു. ലിപ്പിഡ് വരെ ആ ചെയിൻ അതിന്റെ ലെങ്ത് കൂടാം അല്ലെങ്കിൽ കുറയാം അല്ലെ. അപ്പൊ ശരിക്കും കൂടിയാൽ എന്താണ്, കുറഞ്ഞാൽ എന്താ? അതുപോലെ സാച്ചുറേഷൻ അൺസാച്ചുറേറ്റഡ് ആണോ സാച്ചുറേറ്റഡ് ആണോ അതിനനുസരിച്ചും ഇതിന്റെ ഫ്ലൂയിഡിറ്റിക്ക് വ്യത്യാസം വരും. ഇഫ് ദ ലെങ്ത് ഓഫ് ദ ഫാറ്റി ആസിഡ് ചെയിൻ ഈസ് ഇൻക്രീസ്ഡ്, fluidity of the bilayer will decrease. അപ്പോൾ Tm is directly proportional to chain length of fatty acid എന്ന് പറയാം. If the length of fatty acid chain is increased, the fluidity of the bilayer will decrease. അപ്പോൾ ലെങ്ത് ഓഫ് ഫാറ്റി ആസിഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഫ്ലൂയിഡിറ്റി ഓഫ് ദ ബൈലെയർ വിൽ ഡിക്രീസ്. അപ്പോൾ എന്താണ്? Tm is directly proportional to chain length of fatty acid. അങ്ങനെയാണല്ലോ. ലെങ്ത് ഓഫ് ഫാറ്റി ആസിഡ് ചെയിൻ is increased, അപ്പോൾ ഫ്ലൂയിഡിറ്റി ഓഫ് ദ ബൈലെയർ വിൽ ഡിക്രീസ്. അപ്പോൾ ലെങ്ത് ഓഫ് ഫാറ്റി ആസിഡ് അത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഡിക്രീസ് ആണ് ചെയ്യുന്നത് അല്ലേ. then അതുപോലെ ഡ്യൂ ടു ദ ലാർജർ, അതിന്റെ കെമിസ്ട്രിയാണ് മതി, ലാർജർ പ്രൊപ്പൻസിറ്റി ഓഫ് ഫോർ നോൺ വയലന്റ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഹൈഡ്രജൻ ചെയിൻ. മറ്റൊരു കാര്യം, ഇൻ കോൺട്രാസ്റ്റ്, ഇഫ് ദ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഇൻ ദ ഫാറ്റി ആസിഡ് ചെയിൻ ഈസ് ഇൻക്രീസ്ഡ്, ദ ഫ്ലൂയിഡിറ്റി ഓഫ് ദ ബൈലെയർ ഇൻക്രീസ്. അതാണ് ഇഫ് ദ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഇൻ ദ ഫാറ്റി ആസിഡ് ചെയിൻ ഈസ് ഇൻക്രീസ്ഡ്. അപ്പൊ അത് എങ്ങനെ പറയാം? Tm ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എന്ന് പറഞ്ഞൂടെ അല്ലെ. അത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകും. അപ്പൊ രണ്ട് കാര്യങ്ങളൊന്നും കൂടെ മനസ്സിലാക്കുക. ഇഫ് ദ ലെങ്ത് ഓഫ് ഫാറ്റി ആസിഡ് ചെയിൻ ഈസ് ഇൻക്രീസ്ഡ്, ഫ്ലൂയിഡിറ്റി ഓഫ് ദ ബൈലെയർ വിൽ ഡിക്രീസ്. അപ്പോൾ ശരിക്കും ലെങ്ത് ഓഫ് ഫാറ്റി ആസിഡ് കൂടിയാൽ Tm അപ്പൊ കൂടണം അല്ലെ. ആണ്, Tm കൂടണം ആണ്. ദെൻ ലെങ്ത് ഓഫ് ഫാറ്റി ആസിഡ് കുറഞ്ഞാൽ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ കൂടിയിരുന്നാൽ അത് ആൾറെഡി ഫ്ലൂയിഡ് സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ടെൻഡൻസി ഉണ്ട് എന്താ, ഫ്ലൂയിഡ് സ്റ്റേറ്റിലായിട്ട് പോകാനായിട്ട്. അൺസാച്ചുറേഷൻ കൂടിയിരുന്നാൽ ആൾറെഡി ഫ്ലൂയിഡ് സ്റ്റേറ്റിൽ ആകാനുള്ള ടെൻഡൻസി ഉണ്ട് അതിന്. അപ്പോൾ അതുകൊണ്ട് Tm ഡിക്രീസ് ചെയ്യുന്നു. ഇത് അത്രയും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങളത് വളരെ ഭംഗിയായിട്ട് അങ്ങ് മനസ്സിലാവും. അപ്പൊ ദിസ് ഈസ് ബിക്കോസ് എന്താണ്, അൺസാച്ചുറേഷൻ കൂടുകയാണെങ്കിൽ ദിസ് ഈസ് എന്തുകൊണ്ടാണ്? ഇൻ കോൺട്രാസ്റ്റ്, ഇഫ് ദ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഇൻ ദ ഫാറ്റി ആസിഡ് ചെയിൻ ഈസ് ഇൻക്രീസ്, ഫ്ലൂയിഡിറ്റി ഓഫ് ദ ബൈലെയർ വിൽ ഇൻക്രീസ്. അതെന്തുകൊണ്ടാണ്? ദിസ് ഈസ് ബിക്കോസ് ദ ഡബിൾ ബോൺസ് വിച്ച് ആർ ഇൻ ദ സിസ് കോൺഫിഗറേഷൻ കിങ്, നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു, ദ hydrocarbon chain and disrupt the highly ordered packing of fatty acid chain, thus reducing the number of interactions between the neighboring lipids. So the unsaturated fatty acids have a lower melting point. Very important point. In biological membrane, there are sufficient unsaturated lipids that the melting point of lipid bilayer remains
below the physiological temperature. The amount of cholesterol in the bilayer will lead to a decrease in the fluidity of the membrane. That's another factor. Cholesterol in the content is in the fluidity depending. Fluidity of the plasma membrane is depending upon the quantity of cholesterol present in it. The amount of cholesterol in the bilayer will lead to decrease in the fluidity of the membrane, since the rigid steroid ring system interferes with the lateral movement of the fatty acid chain. ഇനി മറ്റൊരു എല്ലാം പ്രധാനം തന്നെയാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇൻ പ്രോകാരിയോട്സ്, അതായത് ബാക്ടീരിയ പോലുള്ള പ്രോകാരിയോട്സിൽ whose temperature fluctuates with that of their environment, adjust the fatty acid composition of their membrane lipids to maintain a relatively constant fluidity. അപ്പൊ ഈ പ്രോകാരിയോട്സ് യൂണിസെല്ലുലാർ ഓർഗാനിസം അല്ലേ, അപ്പൊ അതിന്റെ എൻവയോൺമെന്റിൽ വരുന്ന ടെമ്പറേച്ചർ അതിന്റെ ബോഡിയിൽ അത് മാറ്റം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇൻ പ്രോകാരിയോട്ട് ടെമ്പറേച്ചർ ഫ്ലക്ച്വേറ്റ്സ് വിത്ത് ദാറ്റ് ഓഫ് ദ എൻവയോൺമെന്റ്. എൻവയോൺമെന്റിലെ ടെമ്പറേച്ചറുമായിട്ട് ഫ്ലക്ച്വേഷൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് എന്താ സംഭവിക്കുക? ഇൻ fluctuates with that of their environment, adjust the fatty acid composition of their membrane lipids. Membrane lipids അതിന്റെ കോമ്പോസിഷൻ അത് അഡ്ജസ്റ്റ് ചെയ്യും. ഇതിനെ ബേസ് ചെയ്തും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. ഇവിടെ മെയിൻ ആയിട്ട് മനസ്സിലാക്കുക, ഇൻ പ്രോകാരിയോട്സ് whose temperature fluctuates with that of their environment, adjust the fatty acid composition of their membrane lipids to maintain a relatively constant fluidity. ഒരു കോൺസ്റ്റന്റ് ഫ്ലൂയിഡിറ്റി തന്നെ നിലനിർത്തണം. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോ എന്താ സാധ്യത? ആസ് ദ ടെമ്പറേച്ചർ ഫാൾസ്, കൂടിയാൽ എന്ത്, കുറഞ്ഞാൽ എന്താ? ആസ് ദ ടെമ്പറേച്ചർ ഫാൾസ്, ഫോർ ഇൻസ്റ്റൻസ്, ഒരു ഉദാഹരണമായിട്ട് ടെമ്പറേച്ചർ കുറഞ്ഞാൽ the cells of those organisms synthesize എന്താ? ഫാറ്റി ആസിഡ് സിസ് ഡബിൾ ബോണ്ട്. എന്തുകൊണ്ടാണ്? ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് ഫ്ലൂയിഡിറ്റി കൂടുക. ഇവിടെ ടെമ്പറേച്ചർ കുറഞ്ഞാൽ അതിന് എന്താ? ഫ്ലൂയിഡിറ്റി കുറയാൻ സാധ്യതയുണ്ട്. അതിന് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ ആ സെല്ലില് അത് എന്ത് സിന്തസൈസ് ചെയ്യും? സിന്തസൈസ് മോർ സിസ് ഡബിൾ ബോണ്ട്. ഇപ്പോൾ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ഫ്ലൂയിഡിറ്റി കൂടും. അപ്പൊ ഇത് മിക്കവാറും പല പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് ഇത്രയും കാര്യം ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു കാര്യം ആണ് ലിപ്പിഡ് ഡ്രാഫ്റ്റ്. ലിപ്പിഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നതിൽ നിന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് പ്രത്യേക ഒരു ക്ലാസ്സിൽ തന്നെ എടുക്കും. ഇപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് 1-2 പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. കാര്യം ഇത് പ്രത്യേക ഒരു ക്ലാസ്സിൽ പഠിക്കേണ്ട വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ഇതെടുക്കും. ലിപ്പിഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ചില മൈക്രോ ഡൊമൈൻസ് സീൻ ഇൻ ദ പ്ലാസ്മ മെംബ്രേൻ, ചെറിയ ചില ഡൊമൈൻസ് ദാറ്റ് ആർ ഹെവിലി എൻറിച്ച്ഡ് വിത്ത് എന്തെല്ലാം? കൊളസ്ട്രോൾ ആൻഡ് സ്ഫിംഗോലിപ്പിഡ്. ഇത് കൂടാതെ അതിൽ എന്തും കൂടെ ഉണ്ട്? ദീസ് ആർ ആൾസോ ക്യാരക്ടർഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഗ്ലൈക്കോലിപ്പിഡ്സ്, ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ ആങ്കേർഡ് പ്രോട്ടീൻസ്. ഇത്രയും വെറും ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇതൊരു തവണ ഒരു ചോയ്സിലുണ്ടായിരുന്നു. എന്നാൽ ഫോസ്ഫാറ്റിഡൈൽ ഒരു ലിപ്പിഡ് ഡ്രാഫ്റ്റിൽ എന്തൊക്കെ ഉണ്ട്? കൊളസ്ട്രോൾ, സ്ഫിംഗോലിപ്പിഡ്, ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ ആങ്കേർഡ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അത് ആൻസർ പറയാം. പക്ഷെ മെയിൻലി ഏതെല്ലാം കാണിച്ചെന്ന് ചോദിച്ചാൽ കൊളസ്ട്രോൾ ആൻഡ് സ്ഫിംഗോലിപ്പിഡ്. പക്ഷെ ഒരു ഓപ്ഷനിൽ ഇതിന്റെ കൂട്ടത്ത് ഇതും കാണാമെന്ന് പറയുകയാണ്. ഏതാണ്? ഫോസ്ഫാറ്റിഡൈൽ ആങ്കേർഡ് പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ. പക്ഷെ ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. അത് ഞാനത് എടുക്കുമ്പോൾ വ്യക്തമായിട്ട് പറയാം. എന്തായാലും ലിപ്പിഡ് ഡ്രാഫ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഇത് ഞാൻ വേറെ മറ്റൊന്നും പറയുന്നില്ല. ദെൻ asymmetry of lipid bilayer. Asymmetry. നമുക്ക് the lipid composition of 2 monolayers of the lipid bilayer in many membranes are strikingly different. 2 ലെയർ ഉണ്ടല്ലോ, 2 ലെയർ, outer and inner. For example, in the cell membrane RPC, the choline containing phospholipid. Choline containing phospholipid ഏതൊക്കെയാ? phosphatidylcholine പിന്നെ sphingomyelin. ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? sphingomyelin phosphoglycerides ഏതുമായിട്ടാ ബന്ധം? phosphatidylcholine അല്ലെ? ആർ മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ഔട്ടർ മോണോലെയർ. ഇത് ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഞാൻ
ഇതിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഒന്നും പറയുന്നില്ല. ഈ 2 പോയിന്റ് ഓർത്തിരിക്കുക. ഔട്ടർ മോണോ ലെയറിൽ എന്ത് കാണുന്നു, ഇന്നർ മോണോ ലെയറിൽ എന്ത് കാണുന്നു. അപ്പൊ ഔട്ടർ മോണോ ലെയറിൽ എന്തെല്ലാം കാണുന്ന, കോലിൻ കണ്ടെയ്നിങ് ഏതെല്ലാം, ഫോസ്ഫാറ്റിഡിൽകോളിനും സ്ഫിങ്കോമൈലിൻ. എന്നാൽ ഇവിടെ ഇന്നർ മോണോ ലെയറിൽ കാണുന്ന ഏതെല്ലാം, ഫോസ്ഫാറ്റിഡൈൽ എത്തനോലാമിനും ഫോസ്ഫാറ്റിഡൈൽ സെറീനുമാണ്. അപ്പൊ ഇത് ഓരോ ലെയറിലും കാണുന്നതിന് പ്രാധാന്യമുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം, ഈ ലിപ്പിഡ് എസിമെട്രി ഫങ്ഷണലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാവും. അത് ലിപ്പിഡ് എസിമെട്രി ഈസ് ഫങ്ഷണലി വെരി ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഔട്ട് ഓഫ് ദീസ് ഫോസ്ഫോലിപ്പിഡ്സ്, നമ്മൾ ഈ പറഞ്ഞ ഫോസ്ഫോലിപ്പിഡ്സ്, ഫോസ്ഫാറ്റിഡിൽ സെറിൻ ഓൺലി ക്യാരീസ് എ നെറ്റ് നെഗറ്റീവ് ചാർജ്. ഇത് ഒന്നുകൂടെ ചോദിക്കും. അതായത് നെറ്റ് നെഗറ്റീവ് ചാർജ് ഉള്ളത് ഇതിന് മാത്രമേ ഉള്ളൂ. It has its own significance when present in the inner leaflet. Inner leaflet ആണല്ലോ ഇത് കാണുന്നത്, of the membrane lipid bilayer. അപ്പൊ നേരത്തെ പറഞ്ഞു ലിപ്പിഡ് എസിമെട്രി ഫങ്ഷണലി ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫങ്ഷണൽ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ലിപ്പിഡ് സിമെട്രിയെ കുറിച്ച് അത് തന്നെ വളരെ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അതിനൊരു ഉദാഹരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. നെറ്റ് നെഗറ്റീവ് ചാർജ് ഉള്ള ഫോസ്ഫാറ്റിഡൈൽ സെറിൻ when it is present the inner leaflet, it has its own biological importance. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതെല്ലാം മിക്കവാറും CSIR നെറ്റിനും ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ടെസ്റ്റിൽ ഇടും. ആ പ്രാക്ടീസ് ടെസ്റ്റ് കൂടെ ചെയ്യുന്നതോടൊപ്പം ഈ ഏരിയയിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ചെയ്യാൻ പ്രാപ്തരാകും. പ്രാക്ടീസ് ടെസ്റ്റ് ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. സെൻസ് ഓഫ് സ്റ്റുഡൻസിന് അത് പ്രാക്ടീസ് ടെസ്റ്റ് ഇടും, അതിൻ്റെ കീം തരുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഫോസ്ഫോലിപ്പിഡ് ഇൻ ദ സെൽ മെംബ്രെയിൻ ഓഫ് നെർവ് ഈസ്. ഏതാണ്? നെർവില് മൈലിൻ ഷീതെല്ലാം കാണുന്ന പേര് കൊണ്ട് തന്നെ അറിയാം, സ്ഫിങ്കോമൈലിൻ. ഇത് CSIR നെറ്റിന് ഡിസംബർ 2011 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് സെറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോസ്ഫോലിപ്പിഡ്സ് ഈസ് ലോക്കലൈസ്ഡ് ടു എ ഗ്രേറ്റർ എക്സ്റ്റെന്റ് ഇൻ ദ ഔട്ടർ ലീഫ്ലെറ്റ് ഓഫ് ദ മെംബ്രെയിൻ? ഏതാ? കോലിൻ ഫോസ്ഫോഗ്ലിസറൈഡ്, എത്തനോലാമിൻ ഫോസ്ഫോഗ്ലിസറൈഡ്, ഇനോസിറ്റൈൽ ഫോസ്ഫോഗ്ലിസറൈഡ്, സെറിൻ ഫോസ്ഫോഗ്ലിസറൈഡ്. ഏതാ? അതിന്റെ പേര് ഓർത്തിരിക്കുക. കോലിൻ ഫോസ്ഫോഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോസ്ഫാറ്റിഡൈൽ കോലിൻ ആണ്. അതുപോലെ എത്തനോലാമിൻ ഫോസ്ഫോഗ്ലിസറൈഡ് നമ്മൾ എന്ത് പറയാം? ഫോസ്ഫാറ്റിഡൈൽ എത്തനോലാമിൻ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പൊ ഇങ്ങനെയും പറയും, അത് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ഏതാണ്? പ്ലെയിൻ ക്വസ്റ്റ്യൻ ആണ്. ഏതാ? കോലിൻ ഫോസ്ഫോഗ്ലിസറൈഡ്, അതായത് ഫോസ്ഫാറ്റിഡൈൽ കോലിൻ ആണ്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, ഫോസ്ഫാറ്റിഡൈൽ സെറിൻ an important component of biological membrane is located in. Phosphatidylcholine സെറിൻ എവിടെയാണ് കാണുന്നത്? Okay, the outer leaflet, but flip flop to inner, to the both the leaflets of plasmamembrane, middle of the bilayer, inner leaflet, alle, but flip flops to outer leaflet under specific condition. എല്ലാം പ്ലെയിൻ ക്വസ്റ്റ്യൻ ആണ്. ഇതും CSIR കണ്ടോ ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 2012 ചോദിച്ചതാണ്, ജൂണില്. ഇപ്പോൾ 4ാമത്തതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CSIR നെറ്റ് 2018 ഡിസംബറിൽ ബീപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇഫ് one of the two fatty acyl chains is removed, one of the fatty acyl chain, fatty acid chain ഒന്ന് റിമൂവ് ചെയ്തു from the phosphoglyceride by hydrolysis in solution, such phospholipids will form. എന്ത് ഫോം ചെയ്യും? ഒന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എൻ്റെ ആൻസർ വന്നിരിക്കും അല്ലേ? എന്താണ്? മിസിലി ആയിരിക്കുമല്ലോ, കാര്യം സിംഗിൾ വരുന്നത് അതായിരിക്കും, മിസിലിയാണ്. അടുത്തത് പലരും എക്സാമിന് എഴുതി കുറച്ച് പ്രയാസം ആണെന്ന് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ബീപ്പറിൽ തന്നെയാണ് ചോദിച്ചത്. CSIR 2016 ചോദിച്ചതാണ്. ഇത് കണ്ടാൽ നമുക്ക് എന്തോ ഒരു കോംപ്ലിക്കേറ്റഡ് പോലെ തോന്നും, പക്ഷെ പഠിച്ചു വരുമ്പോൾ വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. The gel to liquid crystalline phase transition temperature എന്ന് പറഞ്ഞാൽ TM in phosphatidylcholine
lipids composed of dioleil, dipalmitoyl, disteroyl, palmitoyl oleal fatty acid in increasing order. First attempt and a question studied well. The gel to liquid crystalline phase from rigid to fluid state phosphatidylcholine ഒരു phosphoglyceride ആണ്. അതിനോടൊപ്പം ഈ പറയുന്ന ഫാറ്റി ആസിഡ് വരികയാണെങ്കിൽ ഈ പറയുന്ന ഏതാ ഇപ്പൊ ഫോസ്ഫാറ്റിഡൈൽകോലിൻ എന്ന് പറയുന്ന ഫോസ്ഫോഗ്ലിസറൈഡില് ഡൈഒലൈൽ എന്ന് പറയുന്ന ഫാറ്റി ആസിഡ് വന്നാൽ, അല്ലെങ്കിൽ ഡൈപാൽമിറ്റോയിൽ എന്ന് പറയുന്ന ഫാറ്റി ആസിഡ് വന്നാൽ, അല്ലെങ്കിൽ ഡൈസ്റ്റിറോയിൽ എന്ന് പറയുന്ന ഫാറ്റി ആസിഡ് വന്നാൽ, അല്ലെങ്കിൽ പാൽമിറ്റോയിൽ ഒലയിൽ വന്നാൽ എന്താണ് അത്തരം ഫോസ്ഫാറ്റിഡൈൽകോലിന്റെ TM ഇൻക്രീസിങ് ഓർഡറിൽ എങ്ങനെ ആയിരിക്കും എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായാലേ ഇതൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോ എന്താ ഫ്രം റിജിഡ് ടു ഫ്ലൂയിഡ് സ്റ്റേറ്റ് ഏത് ഫോസ്ഫാറ്റിഡൈൽകോലിൻ ഉള്ള ഒരു മെംബ്രെയിനില് അതിന്റെ ഫ്ലൂയിഡിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഫോസ്ഫാറ്റിഡൈൽകോലിൻ ഏതെല്ലാം സാഹചര്യം പറഞ്ഞിരിക്കുന്നത്, അതിനോടൊപ്പം വരുന്ന ഫാറ്റി ആസിഡ് ഡൈഒലയിൽ വന്നാൽ, ഡൈപാൽമിറ്റോയിൽ വന്നാൽ, ഡൈസ്റ്റിറോയിൽ, പാൽമിറ്റോയിൽ ഒലയിൽ ഇവ ഏതെങ്കിലും വരുമ്പോ അത്തരം ഫോസ്ഫാറ്റിഡൈൽകോലിന്റെ TM ഇൻക്രീസിങ് ഓർഡറിൽ എങ്ങനെയായിരിക്കും എന്ന്. അപ്പൊ ഇൻക്രീസിങ് ഓർഡർ TM ഇൻക്രീസിങ് ഓർഡറിൽ ഇതിപ്പോ എന്താ നമുക്ക് ഇവിടെ പറയാം, ഇതിനെന്തോ എങ്ങനെ വായിക്കാം, DOPC എന്ന് പറയുന്നത്. ഇവിടെ എല്ലാത്തിലും PC ഉണ്ട്, ഫോസ്ഫാറ്റിഡൈൽ. അപ്പൊ ഡൈ ഒലയിൽ എന്താ ഫോസ്ഫാറ്റിഡൈൽകോലിൻ ഇതെന്താണ് ഡൈ പാൽമിറ്റോയിൽ ഫോസ്ഫാറ്റിഡൈൽകോലിൻ. ഇത് എന്താണ് PO പാൽമിറ്റോയിൽ ഒലയിൽ ഫോസ്ഫാറ്റിഡൈൽകോലിൻ. ഇപ്പൊ പിടികിട്ടിയല്ലോ. അപ്പൊ ഇവിടെ ഇൻക്രീസിങ് ഓർഡറിലുള്ള TM. അപ്പൊ ഇൻക്രീസിങ് ഓർഡറിൽ TM എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള TM ഉള്ളത് പിന്നെ ഫോസ്ഫാറ്റിഡൈൽകോലിൻ ഇവിടെ ആയിരിക്കുമല്ലോ, ആദ്യം ആയിരിക്കില്ലേ. രണ്ടാമത് കുറച്ചുകൂടെ കുറഞ്ഞത്, തീരെ കുറഞ്ഞത് ഇങ്ങേറ്റം വരും. ഇത്രയും മനസ്സിൽ വെച്ച് നോക്കാം. അപ്പൊ അതിനൊരു എക്സ്പ്ലനേഷൻ നോക്കാം. ഇവിടെ നമുക്ക് സാധാരണ രീതിയിലുള്ള ഇപ്പൊ എല്ലാം നമ്മളിപ്പോ പിന്നെ കെമിസ്ട്രി പഠിച്ചതല്ല, കൂടുതലും സുവോളജി ബോട്ടണിക്കാരാണ്, എന്നാൽ ബയോകെമിസ്ട്രിക്കാരുമുണ്ട്. അപ്പോൾ സുവോളജി ബോട്ടണി മാത്രം പഠിച്ചവർക്ക് കൂടുതൽ കെമിസ്ട്രി പഠിക്കേണ്ട, പക്ഷെ എന്നാലും ഇതുപോലുള്ള ചില കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒലിക് ആസിഡ്, പാമിറ്റിക് ആസിഡ്, സ്റ്റീറിക് ആസിഡ് ഇതെല്ലാം കോമൺ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. അതിൽ എത്ര കാർബൺ ആറ്റമുണ്ട്, കാർബൺ ആറ്റം കൂടുന്നതനുസരിച്ച് അതിന്റെ ഹൈഡ്രോകാർബൺ കൂടുന്നതനുസരിച്ച് അതിന്റെ ചെയിൻ ലെങ്ത് കൂടും അല്ലെ, സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ, ഇതെല്ലാം പഠിച്ചിരിക്കുക, അത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. നോക്കാം, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു എന്താ TM ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ ചെയിൻ ലെങ്ത് ഓഫ് ഫാറ്റി ആസിഡ്. TM ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. ഇത് രണ്ടും മനസ്സിൽ വെക്കുക. അപ്പോ ഫ്ലൂയിഡിറ്റി കൂടുന്നത് എപ്പോഴാണ്, കുറയുന്നത് എപ്പോഴാണ്? ഇവിടെ നോക്കാം, DO എന്താണ് ഡൈ ഒലൈൽ, ഒലിക് ആസിഡ്, ഡൈ 2 ഇപ്പൊ 2 ഒലിക് ആസിഡ് ഉണ്ട്, അത് ഒലിക് ആസിഡ് അൺസാച്ചുറേറ്റഡ് ആണ്, അതിന്റെ കാർബൺ C18 ആണ്. ഇപ്പൊ അതിന്റെ ലെങ്ത് കാണിക്കാം. ഇതെന്താ DP 2 പാൽമെറ്റിക് ആസിഡ്, ഡൈ പാൽമെറ്റിക് ആസിഡ് സാച്ചുറേറ്റഡ് ആണ്, അത് കാർബൺ 16 ആണ്. DS 2 സ്റ്റീറിക് ആസിഡ്, ഇപ്പോൾ കാർബൺ 18 ആണ്, അത് സാച്ചുറേറ്റഡ് ആണ്. ഇത് പാൽമെറ്റിക് ആസിഡ്, ഒലിക് ആസിഡ്. നമുക്ക് ഇവിടെ വെച്ച് നോക്കാം, ആദ്യത്തെ നോക്കാം. അപ്പൊ ഇവിടെ ഡൈ ഒലൈൽ ഫോസ്ഫാറ്റിഡൈൽകോലിൻ TM ഓഫ് ഡൈ ഒലൈൽ പാൽമെറ്റിക് ആസിഡ് ഈസ് മോർ ദാൻ DPPC എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഇത് ഡൈ ഒലൈലാണ്, എന്നാ ഒലിക് ആസിഡ് ആണ്, ഡൈ ഒലിക് ആസിഡ് ആണ്, അത് അൺസാച്ചുറേറ്റഡ് അല്ലേ. അപ്പൊ അതിന്റെ TM ഓഫ് DOPC ഈസ് മോർ ദാൻ DPPC എന്ന് പറയുന്നത്. അപ്പൊ ശരിയാണോ? ഇത് പാൽമെറ്റിക് ആസിഡ് ആണ്, പാൽമെറ്റിക് ആസിഡ് സാച്ചുറേറ്റഡ് ആണ്. അപ്പോ ശരിക്കും TM ഏതിനായിരിക്കും കൂടിയിരിക്കുന്നത്? TM കൂടിയിരിക്കുന്നത് സാച്ചുറേറ്റഡ് ആയിരിക്കും അല്ലെ. പിന്നെ മറ്റൊരു ചില സംശയം ചിലർക്ക് ഉണ്ടാകും, എന്താണ് ഇതിന് ലെങ്ത് കൂടുതലല്ലേ? ശരിയാ, അങ്ങനെ ഒരു സംശയം ഉണ്ടാകാം. പക്ഷെ അത് ഓർത്തിരിക്കുക, സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ അതിനാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത് ലെങ്തിന്റെ കാര്യം വരുള്ളൂ.
ഇത് രണ്ടും ഒന്നിൽ വരികയാണെങ്കിൽ അൺസാച്ചുറേഷൻ നമ്മൾ നോക്കുക. അപ്പൊ ഇവിടെ അൺസാച്ചുറേഷൻ ആണല്ലോ കൂടുതലിരിക്കുന്നത്. അപ്പോൾ അൺസാച്ചുറേറ്റഡ് എന്തായാലും ഇവിടെ ആദ്യം വരില്ല. അപ്പൊ ഇത് വെച്ച് തന്നെ ആദ്യത്തെ അങ്ങ് വിടുക. രണ്ടാമത് നോക്കാം, ഡൈസ്റ്റിയറിക് phosphatidylcholine, അതിന്റെ TM ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ DiPPC, ഡൈപാമറ്റിക് ആസിഡ് അല്ലെങ്കിൽ ഡൈപാമറ്റോയിൽ ഫോസ്ഫാറ്റിഡൈൽകോലിൻ. അത് ശരിയല്ലേ? ഇവിടെ സ്റ്റിയറിക് ആസിഡ് അല്ലേ? സ്റ്റിയറിക് ആസിഡ് ലെങ്തും കൂടുതലാണ്, C18 ഉണ്ട്, സാച്ചുറേറ്റഡ് ആണ്, അപ്പോൾ ഇതിന്റെ ഏറ്റവും കൂടുതലാണ്. അപ്പൊ TMO DSPC ഈസ് ഗ്രേറ്റർ ദാൻ DPPC തന്നല്ലോ. ഇനി ഇപ്പുറത്ത് നോക്കാം, DPPC ഡൈപാമറ്റോയിൽ ഫോസ്ഫാറ്റിഡൈൽകോലിൻ, അതിന്റെ TM എന്തിനേക്കാളും ഇതാണ് കൂടുതലാണ്, POPC, ഇവിടെ ഒലയിലാണ്, അപ്പൊ അതിനേക്കാളും കൂടുതൽ തന്നെയാണ്. ഇനി POPC of TM of POPC is greater than dioleyl pyruvic acid, dioleyl phosphatidylcholine. ശരിയല്ലേ? അപ്പൊ ഇത് തന്നെയാണ് ശരി. അതാ സെക്കൻഡ്. അപ്പൊ this question, this seems to be a difficult one, but once you understand this, it seems to be very, very simple. ഇത്തരം ഒരു ക്വസ്റ്റ്യൻ ആൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഐ തിങ്ക് ഇറ്റ് ഈസ് 2013 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി, അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് one more question. When bacteria growing at 20 degrees centigrade are warmed at 37 degrees centigrade, they are most likely to synthesize membrane lipids with a more. Question നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. When bacteria growing at 20 degrees centigrade, ഒരു ബാക്ടീരിയ 20 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഉള്ള എൻവയോൺമെന്റിൽ ജീവിക്കുകയാണ്. Then it is warmed at, ചൂട് അവിടെ കൂടുകയാണ്, 37 ഡിഗ്രി സെന്റിഗ്രേഡ്. ആ സാഹചര്യത്തിൽ they are most likely to synthesize membrane lipids with more. ഞാൻ നേരത്തെ പറഞ്ഞു, കുറഞ്ഞാൽ എന്ത്? ഇവിടെ എന്താണ്? 20 ഡിഗ്രി സെന്റിഗ്രേഡ് എൻവയോൺമെന്റിൽ ജീവിക്കുന്ന ബാക്ടീരിയ എക്സ്പോസ്ഡ് ടു 37 ഡിഗ്രി സെന്റിഗ്രേഡ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തുണ്ടാകും? മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി കൂടും. അങ്ങനെ അധികമായി മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി കൂടാമോ? ഇപ്പൊ 20 ഡിഗ്രി സെന്റിഗ്രേഡിൽ ജീവിക്കുന്നതാണ്, അപ്പോൾ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി അധികമാകാൻ പാടില്ല തന്നല്ലോ. അപ്പൊ അതിന് എന്ത് ചെയ്യണം? അപ്പോൾ ബാക്ടീരിയ വിൽ സിന്തസൈസ് എന്തുണ്ടാകണം? മെംബ്രെയിൻ വിത്ത് ആലോചിച്ച് പറയേ, ഷോർട്ട് ചെയിൻ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണോ? അല്ല. ഷോർട്ട് ചെയിൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണോ? അല്ല. പിന്നെ എന്താ? ലോങ് ചെയിൻ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ഓക്കെ, ഇങ്ങനെ ആലോചിച്ച് ചെയ്യുക. ദെൻ one more question. ഇത് CSIR നെറ്റ് 2016 ജൂണിൽ C പാർട്ടിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ശരിക്കും മനസ്സിലാക്കി ആൻസർ ചെയ്യണം. Both the sphingomyelin and the phosphoglycerides are phospholipids. Which one of the following statement is not correct? Not correct. അത് ഫാൾസ് ആയിട്ടുള്ള ഏതാണെന്ന് മനസ്സിലാക്കണം. എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യനിൽ നോട്ട് കറക്റ്റ് വരുമ്പം നമ്മൾ ഫാൾസ് ആണെന്ന് മനസ്സിലെടുക്കുക, തെറ്റാതിരിക്കും. അപ്പൊ ഫാൾസ് ആയിട്ടുള്ള ഏതാണ്? While one has a fatty acid tail attached via an ester bond, in another the fatty acid tail is attached via amide bond. Correct അല്ലേ? ഇവിടെ സ്ഫിംഗോമൈലിന് അമൈഡ് ബോണ്ട് അല്ലേ കാണുന്നത്, നമ്മൾ പഠിച്ചല്ലോ. ഫോസ്ഫോഗ്ലിസറൈഡ്സിലാണെങ്കിലോ എസ്റ്റർ ബോണ്ട് ആണ്. ആർക്കിയിൽ എന്താണ്? ഈതർ ബോണ്ട്. ഓക്കെ. Then hydrophobicity of both is dependent on the phosphate group and the other head group. അല്ലേ? hydrophilicity അതല്ലേ? plain is correct. Then only one of them may contain a carbon-carbon double bond. It's not correct, because both will have the unsaturation. Because you see sphingosine in sphingomyelin, അതിലൊരു ഡബിൾ ബോണ്ട് ഉണ്ട്. അതിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും. അതല്ലെങ്കിൽ കാണാതെ മനസ്സിലാക്കിയിരിക്കുക. അതിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ മനസ്സിലാവും അതിന് ഡബിൾ ബോണ്ട് ഉണ്ട്.
അതുപോലെ ഫോസ്ഫോഗ്ലിസറൈഡ്സിന് അതിൽ ഒരു ടൈല് അൺസാച്ചുറേറ്റഡ് ആണല്ലോ. അപ്പൊ രണ്ടിലും ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് തെറ്റ്, അതായത് ആൻസർ ഇതായിട്ട് വരും. ഇനി ബോത്ത് മേ ഹാവ് choline as head group. Yes, phosphatidylcholine is a phosphoglyceride which contain choline, അല്ലേ? അതുപോലെ ബട്ട് അതുപോലെ സ്ഫിംഗോമൈലിനും ഉണ്ട്. പക്ഷേ നോട്ട് ഓൾ ഫോസ്ഫോഗ്ലിസറൈഡ് കണ്ടെയ്ൻ ഫോസ്ഫോലിൻ, അല്ലെ? എല്ലാ ഫോസ്ഫോഗ്ലിസറൈഡിനും കോലിൻ ഇല്ല, ഫോസ്ഫാറ്റിഡൈൽകോലിനിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം കൂടെ ഓർക്കുക, ബോത്ത് മേ ഹാവ് എന്നാ പറഞ്ഞിരിക്കുന്നത്, ബോത്ത് മസ്റ്റ് എന്നുള്ള അല്ല, അല്ലെ? ബോത്ത് മേ ഹാവ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫാറ്റിഡൈൽകോലിൻ പോലുള്ളതിൽ കോലിൻ കാണാം, ഏതുപോലെ സ്ഫിംഗോമൈലിനുള്ളത് പോലെ. ഓക്കെ, so if you like this video, please like it, comment and subscribe, share it. Okay, thank you.